മലയാള സിനിമയിലെ അതിപ്രശസ്തമായ സൗഹൃദമാണ് നടി പാർവതി തിരുവോത്തും സംവിധായികയും അഭിനേത്രിയുമായ ഗീതു മോഹൻദാസും തമ്മിലത്. പുറത്തിറങ്ങിയ കസബ എന്ന മലയാള സിനിമയിലെ സ്ത്രീവിരുദ്ധ പരാമർശത്തെക്കുറിച്ച് പാർവതിക്ക് തുറന്നു പറയാൻ ഊർജം നൽകിയത് തൊട്ടടുത്ത കൂട്ടുകാരിയായിരുന്ന ഗീതു ആയിരുന്നു. ഇന്നും ആ സൗഹൃദമുണ്ടോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പ്രേക്ഷക ലോകം സംശയം പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന യശ് നായകനായ ചിത്രം ടോക്സിക്കിലെ ഗാനരംഗങ്ങൾ സ്ത്രീവിരുദ്ധതയുടെ പരിധി കടക്കുന്ന പല രംഗങ്ങളും ഉൾപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ ചിലർ പാർവതിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലെ ഒരു വലിയ മാറ്റം ശ്രദ്ധയിൽ കൊണ്ടുവന്നു. പാർവതി തിരുവോത്ത് ഇൻസ്റ്റഗ്രാമിൽ സഹപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേരെ ഫോളോ ചെയ്യുന്നുണ്ട്. 1522 പേരാണ് പാർവതിയുടെ ഫോളോയിങ് പട്ടികയിലുള്ളത്. നടിയെ തിരിച്ചു ഫോളോ ചെയ്യുന്നത് 2.2 മില്യൺ ഫോളോവേഴ്സ്. ആ 2.2 മില്യൺ ഫോളോവേഴ്സിന്റെ കൂട്ടത്തിൽ ഗീതു മോഹൻദാസിനെ കാണാം. എന്നാൽ പാർവതി ഫോളോ ചെയ്യുന്നവരുടെ പട്ടിക പരിശോധിച്ചാൽ അതിൽ ഗീതു മോഹൻദാസ് ഇല്ല. എന്നാൽ പണ്ടു മുതൽ ഇന്ന് വരെയുള്ള കൂട്ടുകാരിയായ റീമ കല്ലിങ്കലിനെ കാണാനും സാധിക്കും. ഈ സൗഹൃദത്തിൽ എങ്ങനെ വിള്ളൽ വന്നു എന്നതാണ് ചോദ്യം. ഇതിനു പുറമെ പാർവതി തിരുവോത്ത് ഏറ്റവും ഒടുവിലായി പോസ്റ്റ് ചെയ്തിട്ടുള്ള ക്രിപ്റ്റ് ഫോട്ടോയും സംശയത്തിന്റെ നിഴലിലാണ്. ചുണ്ടുകൾക്കിടയിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന ഒരു കണ്ണിന്റെ ദൃശ്യമാണ് പാർവതി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സ്വന്തം ചിത്രമാണെങ്കിലും ചുണ്ടുകൾക്ക് മുകളിലുള്ള മുഖത്തിന്റെ ഭാഗം കാണാത്ത വിധം താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ് പാർവതിയുടെ പേജിൽ വന്നിട്ടുള്ളത്. നിരവധി പേർ ഈ ചിത്രത്തിന്റെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട്. സംവിധായകൻ രഞ്ജി പണിക്കരുടെ മകൻ കൂടിയായ നിതിൻ രഞ്ജി പണിക്കരുടെ ചിത്രമായിരുന്നു കസബ. മമ്മൂട്ടി നായകനായ ഈ ചിത്രത്തിൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ ബെൽറ്റിൽ പിടിച്ചുകൊണ്ട് മമ്മൂട്ടി പറയുന്ന സ്ത്രീവിരുദ്ധ കമന്റിനെതിരെയാണ് പാർവതി ശബ്ദമുയർത്തിയത്. ഈ സംഭവത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം പുഴു എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ അനുജിത്തയുടെ വേഷത്തിൽ അദ്ദേഹത്തോടൊപ്പം പാർവതി അഭിനയിക്കുന്നുമുണ്ട്. അന്ന് പാർവതിക്ക് തന്റെ സിനിമയിലെ സ്ത്രീവിരുദ്ധത ചൂണ്ടിക്കാൻ അടുത്തിരുന്ന് സെയ്റ്റ് ഊർജം നൽകിയ സുഹൃത്തായ ഗീതു മോഹൻദാസ് ആണ്. സ്റ്റേറ്റ് വിട്ടപ്പോൾ ആളുമാറിയോ എന്ന നിലയിൽ നിതിൻ കഴിഞ്ഞ ദിവസം ഒരു പരാമർശം നടത്തി. എന്നാൽ ഗീതുവിന്റെ സിനിമയിലെ ഉള്ളടക്കത്തെക്കുറിച്ച് സിനിമാ മേഖലയിൽ എവിടെയും ചർച്ച ഉയർന്നിട്ടില്ല. എങ്കിലും സോഷ്യൽ മീഡിയ ജാഗരൂകരാണ്. നിതിൻ പറഞ്ഞതിനെ അനുകൂലിച്ച് തന്നെയാണ് പലരും വിമർശനം ഉയർത്തിയിട്ടുള്ളത്. ഇനി ടോക്സിക് പുറത്തു വരുമ്പോൾ അത്രയും ഭാഗത്ത് ന്യായീകരിക്കാൻ മറ്റെന്തെങ്കിലും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന നിലയിലും ഒരു ഭാഗത്ത് ചർച്ച പുരോഗമിക്കുന്നുണ്ട്. ടോക്സിക് സംഭവത്തിന് ശേഷമാണോ പാർവതി ഗീതുവിനെ അൺഫോളോ ചെയ്തത് എന്ന കാര്യം അവ്യക്തമാണ്. എന്തായാലും ആ സൗഹൃദം പഴയ മട്ടിലില്ലെന്ന സൂചന ലഭിച്ചു കഴിഞ്ഞു താനും. ബന്ധങ്ങൾ അകലുമ്പോൾ മാത്രം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു സ്ഥിരം സംഭവമാണ് സോഷ്യൽ മീഡിയ ഫോളോ, അൺഫോളോ എന്നിവ. ഇതൊരു ട്രെൻഡിങ് ആയി മാറിക്കഴിഞ്ഞു.